കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇഗ്നു ഫോക്കസ് 5.0. നമ്മുടെ ഇഗ്നു ഫോക്കസിന്റെ 5th സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, നമ്മുടെ ഈ ടേം ആൻഡ് എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ ഇഗ്നുവിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ MPC 006, നമ്മൾ MA സൈക്കോളജിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഇഗ്നു ഫോക്കസ് 5.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ MPC 006 എന്ന് പറയുന്ന പേപ്പറിനെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്ത് ഒരു പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്മളറിയില്ല, ഒരു പ്രിഡിക്റ്റീവ് ഗൈഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ബേസിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ട് പോകണം, അതായത് ഇതുവരെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലെ. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, അപ്പൊ ഇതിന്റെ പ്രോബ്ലം ടൈപ്സുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും കൂടെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടെ റിവൈസ് ചെയ്യാനും, നമ്മളെല്ലാം ഇതിലുള്ള ഐഡിയാസ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, പാരാമെട്രിക് ടെസ്റ്റുകൾ, ഇത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, പിന്നെ നോർമാലിറ്റി ബേസിൽ ഈക്വൽ വേരിയൻസ്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്തൊക്കെയാ, അതായത് നമ്മൾ റാങ്ക് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ട് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിലുള്ള പ്രോബ്ലംസുകൾ വരിക, അപ്പൊ നമുക്ക് ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടെ നമ്മൾ കോൺഫിഡന്റ് ആവും. നല്ല നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല കോൺഫിഡന്റ്ലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല എന്താണ് നമ്മൾ അറിയില്ലേ, നമ്മളൊരു എനർജി ബൂസ്റ്റ് ചെയ്യുക. ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടെ തന്നെ നമുക്ക് മെമ്മറി എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു സീരീസ് ഹെൽപ്പ് ചെയ്യും. അതായത് സത്യം പറയാം, ഒരു ടെൻഷൻ ഫ്രീ ആക്കുകയാണ് ഈ സെഷൻ നിങ്ങളെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡോക്യുമെന്റ് റോഡ് മാപ്പാ ചെയ്യുക, അതായത് സിലബസ് മാപ്പ്. നമ്മൾ ബ്ലോക്ക് വൈസ് നമ്മുടെ ഓരോ യൂണിറ്റുകൾ ഉണ്ടാവും അല്ലെ, നമുക്ക് കുറെ യൂണിറ്റുകൾ ഉണ്ടാവും. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് അതിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും, യൂണിറ്റ് ആയിട്ടും കീ ടോപ്പിക്സ് ആയിട്ടൊക്കെ. അതിൽ നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയും. പിന്നെ അത് മാത്രമല്ല, എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇത്രയും എക്സാം എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ, നമ്മുടെ എക്സാമിൽ സെക്ഷൻ A, B, C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ഇപ്പൊ അതിന്റെ എംഫസൈസിൽ എങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, അതായത് കമ്പ്യൂട്ടേഷൻ വൈസ് ഷോർട്ട് നോട്ടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂകൾ. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് ടോപ്പിക് ബേസിൽ നമ്മൾ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ഏത് ടോപ്പിക്കിനാണ്, നമ്മൾ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാക്ട് നമ്മുടെ ഇഗ്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ ഒരു മോഡലിലും പാറ്റേണിലും ആയിരിക്കും. ഇതൊന്നും കൂടെ നിങ്ങളെ കോൺഫിഡന്റോട് കൂടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ ഈ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, അതായത് സ്റ്റെപ്പ് വൈസ് സൊല്യൂഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാർക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ നമ്മളൊരു എക്സാമിന് സ്റ്റൈൽ ഗൈഡൻസ് എങ്ങനെയായിരിക്കും, അതായത് മാർക്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു എക്സാമിനർ സ്റ്റൈൽ ഗൈഡൻസ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഈ മോക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കണേ, നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക, ഈ ഒരു സിലബസ് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയായിരിക്കും മാർക്കിംഗ് സ്കീം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോ നമ്മുടെ സിലബസ് മാപ്പിംഗ് ഓരോ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് നമ്മൾ ചെയ്യണം എക്സാം റെലവൻസിന്റെ ബേസിൽ. നമുക്ക് ബ്ലോക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിൽ യൂണിറ്റ് 2
ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ്, അതിൽ ടോപ്പിക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ എക്സാമിനൊക്കെ 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ക്വസ്റ്റിന്റെ റെലവൻസ് എന്ന് പറയുന്ന മീഡിയം ആണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ്, അതേ സെയിം യൂണിറ്റിലെ തന്നെ വേറൊരു ടോപ്പിക് ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പിയറൻസ് 3 ആണ്, അതിന്റെ റെലവൻസും ലോ ആണ്. ഓക്കെ, സെയിം യൂണിറ്റ് 2 തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിന്റെ അപ്പിയറൻസ് 3 ആണ്, ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 രണ്ട് ടോപ്പിക്സ്, അതായത് യൂണിറ്റ് 3 എന്ന് പറയുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് ആണ്. അതിൽ രണ്ട് ടോപ്പിക്സ് ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും അതേപോലെ തന്നെ ടൈപ്പ് 2 എററും. ഇതിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇത് ലോ റെലവൻസ് ആണ്. ടൈപ്പ് 2 എറർ 2 തവണയെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ, അതിന്റെ റെലവൻസും ലോ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 സെറ്റിംഗ് അപ്പ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന യൂണിറ്റ്, അതിലെ ടോപ്പിക് ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതിന്റെ അപ്പിയറൻസ് 3 ആണ്, ലോ റെലവൻസ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്ന കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 2 അതർ ടൈപ്സ് ഓഫ് കോറിലേഷൻ, അതായത് ഫൈ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക്, അതിലെ 3 ടോപ്പിക്സ് കെൻഡൽ-സ്റ്റോ, ബൈസീരിയൽ കോറിലേഷൻ, ഫൈ കോഎഫിഷ്യന്റ്. അതിൽ കെൻഡൽ-സ്റ്റോ എന്ന് പറയുന്നത് 4 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. ബൈസീരിയൽ കോറിലേഷൻ 3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിനും ലോ റെലവൻസ് ആണ്. ഫൈ കോഎഫിഷ്യന്റ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിനും ലോ റെലവൻസ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 3 വരുന്ന സമയത്ത്, നമ്മൾ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഏതാ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. അതിലെ യൂണിറ്റ് 2 സിഗ്നിഫിക്കൻസ് ഓഫ് മീൻ ഡിഫറൻസസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ എന്ന് പറയുന്ന യൂണിറ്റിലെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്ന ടോപ്പിക് 3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിന് ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 3 തന്നെ നമ്മുടെ യൂണിറ്റ് 3 വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് പറയുന്നതിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ടോപ്പിക് 2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും ലോ റെലവൻസ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 4 ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിലെ ഇന്ററാക്ഷണൽ എഫക്ട് എന്ന് പറയുന്ന ടോപ്പിക് 3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിനും ലോ റെലവൻസ് ആണ്. ഇനി യൂണിറ്റ് 4 തന്നെ മറ്റൊരു ടോപ്പിക് ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടു വേ അനോവ, അത് 3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിനും ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 4 വരിക. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് നമ്മുടെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. അതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് റാഷണാലെ ഫോർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിലെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് 5 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. ഇനി യൂണിറ്റ് 2 മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഫോർ ടു സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്, അതിൽ മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്നത് 6 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്സിന് വെച്ച് നോക്കുമ്പോൾ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ് ഒന്നുകൂടെ എന്താണ് നമ്മൾ സ്ട്രെസ് ചെയ്യുക, അതായത് 6 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്ന ക്രൂഷിക്കൽ വാല്യൂസ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന യൂണിറ്റിലെ അനാലിസിസ് ഓഫ് വേരിയൻസ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതിനും ലോ റെലവൻസ് ആണ് കേട്ടോ. ഇനി അതിലെ തന്നെ ബ്ലോക്ക് 4 തന്നെ മറ്റൊരു യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഏതാണ്, കൈ സ്ക്വയർ ആൻഡ് കെൻഡൽ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 2 ടോപ്പിക് ആണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സും നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സും. ഇതില് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് 5 തവണ അപ്പിയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, അതിനും മീഡിയം റെലവൻസ് ആണ് കേട്ടോ. ഇനി നമ്മളിത് വിഷ്വലി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ബാർ ചാർട്ട് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് 1 മൊത്തം നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻസിന് എബോവ് 30 ഒക്കെ ഉണ്ട്. പിന്നെ ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണെങ്കിലോ ഒരു 15 ആ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ഏകദേശം ഒരു 13 to 14 ആ ഒരു റേഞ്ചിൽ. ബ്ലോക്ക് 4 ആണെങ്കിൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം 30 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഹീറ്റ് മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ് കേട്ടോ, കളർ വെച്ച് നോക്കുന്ന സമയത്ത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ബ്ലോക്കിലെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 തവണയ്ക്ക് അപ്പിയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭയങ്കര അതായത് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ
കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്ക്, അതും ഇതേപോലെ തന്നെ അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്ന ചാൻസ് ഓഫ് ഒക്കറൻസ് ഭയങ്കര ഹൈ തന്നെയാണ്. ബ്ലോക്ക് 3 ആണെങ്കിലും ഹൈ ആണ്, ബ്ലോക്ക് 4 ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോ ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ 3 ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ അപ്പിയറൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹൈ ഈൽഡ് ടോപ്പിക്സ്, അതായത് പ്രോബബ്ലി ഒക്വർ ചെയ്യാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കുന്നത്. ഒന്ന് പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ മാൻ വിറ്റ്നി യു ടെസ്റ്റ് 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നത്തെ നോൺ പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും വർഷം നമ്മൾ 2025 വരെയുള്ള July 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും വർഷത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലും അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ ഐറ്റംസും കൂടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ കൂടുതലായിട്ടും ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് വൈസസ് നോൺ പാരാമെട്രിക് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നടത്താൻ പോവാണ്. അതായത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി. നമ്മുടെ പേപ്പേഴ്സ് ജൂൺ 2020 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൽ എസ് എന്ന് പറയുന്നത് ലോങ് ആൻസേഴ്സ് ആണ്. കൂടുതലും നമ്മൾ സെക്ഷൻ എയിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. കൂടുതലും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എപ്പോഴും 10 മാർക്കിന് ചോദിക്കുന്ന സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 400 to 500 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സെക്ഷൻ ബിയിലാണ്. ടിപ്പിക്കലി 5 മാർക്കാണ്, 200 to 300 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇത് സെക്ഷൻ എയിലും ബിയിലും കണ്ടിട്ടുണ്ട് അല്ലെ, 2 സെക്ഷൻസിലും ഉണ്ട്. ഏകദേശം 5 to 10 മാർക്സിനാണ് ചോദിക്കാറ്. ഫുള്ളും എന്താണ് സൊല്യൂഷൻസ്, അതായത് ഫുൾ പാർട്ട് സൊല്യൂഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു സെക്ഷനിൽ. പിന്നെ ഷോർട്ട് നോട്ടുകൾ, ഇത് ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്ഷൻ സിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ അതെന്ന് പറയുമ്പോഴത്തേക്ക് 5 മാർക്കിനാണ് ചോദിക്കുക. ഏകദേശം ഒരു 100 to 130 വേർഡ്സിന് ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് നിങ്ങൾ കൊടുക്കുക ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിന്. അതായത് 1 മുതൽ 2 കീ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, 4 ടോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ്. ഒന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം, അതായത് 5 to 10 മാർക്സിന് ചോദിക്കുക. ഏകദേശം 400 to 500 വേർഡ്സ് ഇക്വാലന്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ കമ്പ്യൂട്ടേഷൻസ് അസസ് ചെയ്യുക, ഫോർമുല സെലക്ഷൻസ്, അതേപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അനോവ, കോറിലേഷൻ, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ സ്റ്റെപ്സ് കാണിക്കുക, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസ് കാണിക്കുക, ഒരു ബ്രീഫ് കൺക്ലൂഷൻസ് കൊടുക്കുക. അപ്പൊ ഡയറക്ഷൻ ആണ്, സൈസ് ഓഫ് എഫക്ട് എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ആക്യുറസിയും അതേപോലെ തന്നെ മെത്തേഡ്, ഏറ്റവും ക്യാരി ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റ് ക്യാരി ചെയ്യുന്ന മെത്തേഡ് ഏതാണോ അത് കാണിക്കുക. അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ടാബിൾ, നമുക്ക് കൂടുതലും സ്പീഡായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബിൾ നിങ്ങൾ എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് എസ് ലോങ് ആൻസേഴ്സ്, അതായത് 10 മാർക്കും ചോദിക്കും. ഏകദേശം 400 to 500 വേർഡ്സ് ആണ് ഉണ്ടാവുക. നമ്മള് ടെസ്റ്റുകൾ കൺസെപ്റ്റൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, ഡെഫിനിഷൻസ്, അസെപ്ഷൻസ്, ഡയഗ്രാംസ്, എവിടെ ആപ്റ്റ് ആയിട്ട് വരണ്ടേ, അതേപോലെ തന്നെ കമ്പാരറ്റീവ് അനാലിസിസ്, അതായത് പാരാമെട്രിക് നോൺ പാരാമെട്രിക് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള അനാലിസിസുകൾ. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കുക, സൈറ്റ് അസംഷൻസ് കൊടുക്കുക, അതേപോലെ തന്നെ കൂടുതൽ അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക, ലിമിറ്റേഷൻസ് കൊടുക്കുക. അത് കൂടുതൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കാണിച്ചു ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്ത ടൈപ്പാണ് ഷോർട്ട് ആൻസേഴ്സ്. 5 മാർക്കിന് ചോദിക്കുന്നതാണ്. 200 to 300 വേർഡ്സിനാണ് ഉണ്ടാവുക. കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എക്സ്പ്ലനേഷൻ ആണ്, കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിന്റെ എക്സ്പ്ലനേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ് പാർഷ്യൽ വേഴ്സസ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ കൺസ്ട്രക്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഡെഫിനേഷൻസ് കൊടുക്കുക, കീ സ്റ്റെപ്സ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് കൊടുക്കുക, കൺസൈസ് ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുക്കുക. അത് ഡീപ്പ് ആയിട്ട് തന്നെ നമ്മൾ എഴുതുക. പിന്നെ ഷോർട്ട് നോട്ട് 5 മാർക്കിനാണ് ചോദിക്കുക. അപ്രോക്സിമേറ്റ് ആയിട്ട് 100 to 130 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത് ഡെഫിനേഷൻസ്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ 2 or 3 ബുള്ളറ്റ് ആർഗ്യുമെന്റ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ടൈനി വർക്ക്ഡ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ആഡ് ചെയ്യുക. പിന്നെ ഡിഗ്രേഷൻസ് ഒഴിവാക്കുക കേട്ടോ. പിന്നെ പ്രയോറിറ്റീസിന് കൂടുതലായിട്ട് അതായത് നമ്മൾ കറക്റ്റ് എക്സാക്ട് പ്രിസൈസ് ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ട് എഴുതുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഓരോന്നിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മാർക്ക് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 എടുക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഒരു ഇൻഫറൻഷ്യൽ ബേസിക്സ് എന്ന് പറയുന്നത്. അതിൽ 2023 to 6 ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് 10, അതായത് ബ്ലോക്ക് 1-ന് 10 ആയിരുന്നു മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2023 to അതായത് 12 ഡിസംബർ ആ ഒരു സെക്ഷനിൽ 0 ആയിട്ടായിരുന്നു. 2024 ജൂണിൽ എങ്ങനെയായിരുന്നു 50 ആയിരുന്നു. പിന്നെ 2024
ഡിസംബറിൽ 10 ആയിരുന്നു. 2025 ജൂണിൽ 25 എന്നുള്ള റേഞ്ചിലായിരുന്നു മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഒരു 12 എന്നുള്ള രീതിയിൽ, ടോട്ടൽ ആയിട്ട് പറയുകയാണെങ്കിൽ 24% ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് എന്താ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. 2023 ജൂണിൽ 20 ആയിരുന്നു. 2023 ഡിസംബറിലും 20, 2024 ജൂണിൽ 5ആയി, 2024 ഡിസംബറിൽ 10ആയി, 2025 ജൂണിലും 10. അങ്ങനെ ആവറേജ് എന്ന് പറയുന്നത് 13 ടോട്ടൽ ഷെയർ 26%. ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് 3 ഏതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേഴ്സസ് TORF ആൻഡ് അനോവ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ നമുക്ക് യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ 2023 ജൂണിൽ 15 ആയിരുന്നു, ഡിസംബർ ആയപ്പോഴത്തേക്ക് 10 ആയി. 2024 ജൂണിൽ 15 ആണ്, ഡിസംബർ ആയപ്പോഴത്തേക്ക് അത് സെയിം 15 തന്നെ ആയി. 2025 ജൂണിൽ 10 ആയി. അപ്പൊ ആവറേജ് ആയിട്ട് ഈ ലാസ്റ്റ് 5 വർഷത്തിൽ ആവറേജ് ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് ആവറേജ് മാർക്ക് 13 ആയിരുന്നു. ടോട്ടൽ ഷെയർ 26% ആയിട്ടോ. ഇനി ഇതാണ് ഇതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു, നമ്മൾ ഏറ്റവും പെർസെന്റേജ് ആയിട്ട് നോക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം, എസ്സേസ്, ഷോർട്ട് ആൻസർ, ഷോർട്ട് നോട്ടുകൾ, ഇത് ഈ ജൂൺ 2020 മുതൽ 25 വരെയുള്ള ഒരു റെപ്രസെന്റേഷൻ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓരോന്നിന്റെ വെയിറ്റേജും കൂടും കുറയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ലീഡ് ദ പേപ്പർ, അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 41 to 47% ഷെയറും കൂടുതലും സെവറൽ ഇയേഴ്സിൽ ഭയങ്കര പീക്കായിട്ട് അത്യാവശ്യം നല്ല ലീഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു 2021 23 ആ ഒരു സമയത്ത്. ഇനി ഷോർട്ട് ആൻസേഴ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 36% 2022, പിന്നെ അത് ഈസ് ചെയ്തിട്ട് കുറഞ്ഞു. 2025 ആയപ്പോഴത്തേക്ക് 21% ആയിട്ട് മാറി. കൂടുതലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ്യൂട്ടേഷന് ടൈറ്റ് എംഫസൈസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി ഷോർട്ട് നോട്ടുകളൊക്കെ മിനിമൽ ആയിട്ടുണ്ടായിരുന്നു, അതായത് ഏകദേശം 0 എന്നുള്ള രീതിയിലൊക്കെ മോസ്റ്റ് ഇയേഴ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബമ്പ് ഉണ്ടായി, അപ്രോക്സിമേറ്റ് ഒരു 7% ഒക്കെ ഒരു 2020യിലും 25ലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതായത് എക്സാമിന് നമ്മൾ ടൈം വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അല്ലെ. അപ്പോൾ കറക്റ്റ് നമ്മൾ ഒരു ആവറേജ് വെയിറ്റ് അനുസരിച്ച് ടൈം പ്രൊപ്പോർഷൻസിൽ അലോക്കേറ്റ് ചെയ്യുക. അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസിന് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 74 മിനിറ്റും, എസ്സേസിന് 52 മിനിറ്റ്സും, ഷോർട്ട് ആൻസേഴ്സിന് 48 മിനിറ്റ്സും, ഷോർട്ട് നോട്ട്സിന് 6 മിനിറ്റ്സും വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മളൊരു 15% ഓരോ ബ്ലോക്കിനും ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അപ്പോൾ ഈ റീകമ്പ്യൂട്ടിങ് ഒരു ലൈന്, ചെക്കിങ് അസെപ്ഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് റിഫൈൻ ചെയ്യുക, ഇതൊക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു 15% നമ്മൾ ഓരോ ബ്ലോക്കിനും ടൈം വെക്കുക. പിന്നെ ന്യൂമറിക്കൽ ഐറ്റംസ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നീടാണ് നമ്മൾ എസ്സേസും ഷോർട്ട് ആൻസേഴ്സും ഒക്കെ ചെയ്യുക. അതായത് ഷോർട്ട് നോട്ടുകൾ നമ്മൾ ഫൈനൽ ആയിട്ട് ചെയ്യുക. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ്. അതിൽ 10 ടോപ്പ് 10 ആണ് കേട്ടോ. അത് നമ്മൾ PYQ ലാസ്റ്റ്, അതായത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാക്ട് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് വേർഡിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ എ കോണ്ടിജൻസി ടേബിൾ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. അപ്പിയറൻസ് 8 ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദ ഗിവൻ ഡാറ്റ ആൻഡ് കമന്റ് ഓൺ ഗ്രൂപ്പ് ഡിഫറൻസ്. അപ്പിയറൻസ് 7 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്റ്റേറ്റ് അസംപ്ഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പിയറൻസ് 7 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ നോർമൽ പ്രോബബിലിറ്റി കർവ് വിത്ത് ഡയഗ്രാം ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പിയറൻസ് 6 ആണ് കേട്ടോ. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു 2020 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തപ്പോഴത്തേക്ക് അതിൽ ടോട്ടൽ കൗണ്ട് 6 ആയിരുന്നു. അഞ്ചാമത്തെയാണ്, കമ്പ്യൂട്ട് മാൻ വിത്നി യു ഫോർ 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾ ആൻഡ് ഇന്റർപ്രറ്റ്. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ വിത്ത് വർക്ക്ഡ് ഇല്ലുസ്ട്രേഷൻസ്. അപ്പിയറൻസ് 5 ആണ്. 7, എക്സ്പ്ലെയിൻ പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ ആൻഡ് 5 കോഎഫിഷ്യന്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്പിയറൻസ്
ഇവിടെയും 5 ആണ് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ. അപ്പിയറൻസ് 5 ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് കെൻഡൽസ് റാങ്ക് ഓർഡർ കോറിലേഷൻ, ലോജിക്, കമ്പ്യൂട്ടേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. അപ്പിയറൻസ് 4 ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ടു വേ അനോവ, എക്സ്പ്ലെയിൻ ഇന്ററാക്ഷൻ ഇഫക്ട്സ് ആൻഡ് നോട്ട് മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്. കൗണ്ട്, അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് ഫ്രീക്വൻസി ടേബിൾ, അതായത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ്, ബ്ലോക്ക് ഓർ യൂണിറ്റ്, ഇതിന്റെ അപ്പിയറൻസ് എത്രയാണ്, ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യൻ ഏതാണ്? കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ എ കോണ്ടിജൻസി ടേബിൾ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. അത് ബ്ലോക്ക് 4 നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് കേട്ടോ. ബ്ലോക്ക് 4-മത്തെയാണ്. അപ്പിയറൻസ് 8 ആണ്. ആവറേജ് മാർക്ക് 5 ആണ്. കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദ ഗിവൻ ഡാറ്റ ആൻഡ് കമന്റ് ഓൺ എ ഗ്രൂപ്പ് ഡിഫറൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 3-ലെയാണ് കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് എന്ന് പറയുന്നത് വൺ വേ അനോവയാണ്. പിന്നെ അപ്പിയറൻസ് 7 ആണ്. 8.6 ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് statistics and state assumptions, advantages and disadvantages. Block 1 introduction and descriptive or inferential basis എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ടോപ്പിക് ആണ്. 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 8.6 ആണ് ആവറേജ് സ്കോർ വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ നോർമൽ പ്രോബബിലിറ്റി കർവ് വിത്ത് ഡയഗ്രാം ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ യൂണിറ്റ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 6.7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ട് മാൻ വിറ്റ്നി യു ഫോർ 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾ ആൻഡ് ഇന്റർപ്രറ്റ്. ഇത് ബ്ലോക്ക് 4 നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. മാൻ വിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് 5 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ വിത്ത് എ വർക്ക്ഡ് ഇല്ലുസ്ട്രേഷൻ. ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 5 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 5 ആണ് ആവറേജ് മാർക്ക്. എക്സ്പ്ലെയിൻ പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ ആൻഡ് 5 കോഎഫിഷ്യന്റ് വിത്ത് എക്സാമ്പിൾസ്. ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. സ്പെഷ്യൽ കോറിലേഷൻ 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിന്റെ ആവറേജ് മാർക്കും 5 ആണ്. ഇനി ഡിസ്കസ് ദ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഓർ ഇൻഫറൻഷ്യൽ ബേസിസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിലെ ടോപ്പിക് ആണ്. 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതും ആവറേജ് മാർക്ക് 5 ആണ് കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് ഡിസ്കസ് കെൻഡൽസ് റാങ്ക് ഓർഡർ കോറിലേഷൻ, ലോജിക്, കമ്പ്യൂട്ടേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. റാങ്ക് ഓർഡർ കോറിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ടോപ്പിക് ആണ്. 4 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് 5 ആണ് കേട്ടോ. ഇതിൽ നമ്മുടെ 10-മത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ടു വേ അനോവ, എക്സ്പ്ലെയിൻ ഇന്ററാക്ഷൻ എഫക്ട്സ് ആൻഡ് നോട്ട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ്. ടു വേ അനോവ എന്ന് പറയുന്ന യൂണിറ്റിലെ ടോപ്പിക് ആണ്. 4 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഇതൊരു വിഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതില് പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ എന്താണ് ആദ്യത്തെ നമ്മുടെ കൈ സ്ക്വയർ ഫോർ കോണ്ടിജൻസി ടെസ്റ്റ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും 10 തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന വെച്ചാല് ഓരോന്നിനും നമ്മൾ പൈ ചാർട്ട് വെച്ചിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തതാണ്. ഓരോ ക്വസ്റ്റ്യന്റെ ഷെയറും 10 ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതിന്റെ ഷെയർ ആണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് കോണ്ടിജൻസി അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ട് മാൻ വിറ്റ്നി യു ഫോർ 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് 6.7 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദ ഗിവൻ ഡാറ്റ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് 5.6% ആണ്. നാലാമത്തെ എക്സ്പ്ലെയിൻ ദ നോർമൽ പ്രോബബിലിറ്റി കർവ്, അതെന്ന് പറയുന്നത് 5.6 ആണ്. 5 ഡിഫൈൻ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് 4.4% ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് കെൻഡൽസ് റാങ്ക് ഓർഡർ കോറിലേഷൻ 4.4%. അതുകൊണ്ട് പിന്നെ എക്സ്പ്ലെയിൻ പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റിന് 3.5 ആണുള്ളത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ടു വേ അനോവ, എക്സ്പ്ലെയിൻ ദ ഇന്ററാക്ഷൻസ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് അതും 3 പോയിന്റ് ആണ് കേട്ടോ വരുന്നത്. 3.9 സംതിങ് ആണ് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെത് 2.2%. പത്താമത്തെയാണ് ഡിസ്കസ് ക്രൂഷിക്കൽ വാല്യൂ അനോവ,
അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് 2.2% ആയിട്ട് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ചാൻസ് ഓഫ് ഒക്കറൻസ് 52.2% ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാല് ഡ്രിൽ വിത്ത് ടൈമിംഗ്. ഓരോ റിപ്പീറ്റഡ് ഫോർ ഈച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എഴുതുക. 12 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതുക. 3 മിനിറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സെറ്റ്, അതായത് ടോട്ടൽസും അസെപ്ഷൻസും യൂണിറ്റ് ഒക്കെ നോക്കാൻ. പിന്നെ ബിൽഡ് ടെംപ്ലേറ്റ്, നമ്മൾ ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്യുക. അതായത് ഫിക്സ്ഡ് ആൻസേഴ്സ്, അതായത് നമ്മളൊരു ഫിക്സ്ഡ് ആൻസർ സ്കെൽട്ടൻസ് പ്രിപ്പയർ ചെയ്യുക. അത് ഹെഡിങ്സ്, ഡെഫിനേഷൻസ് അല്ലെങ്കിൽ അസംഷൻസ്, സ്റ്റെപ്സ്, ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയൊക്കെയാണ് ഈ സ്കെൽട്ടൻസ് ഒക്കെ റീയൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് ടൈം എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. പിന്നെ അടുത്തതാണ് റീവർക്ക് ന്യൂമറിക്കൽ ട്വൈസ്, അതായത് സോൾവ് ചെയ്യുക. നമ്മൾ കൈകൊണ്ടും സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ വൺസ് വിത്ത് ഫ്രഷ് സെറ്റപ്പ് ഷീറ്റ്, ആദ്യം നമ്മൾ കൈകൊണ്ട് സോൾവ് ചെയ്യുക. പിന്നെ പുതിയൊരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പേപ്പറിലേക്ക് പകർത്തി എഴുതുമ്പോഴത്തേക്ക് അവിടെ ഒരു സെറ്റപ്പ് അവിടെ നിന്ന് സോൾവ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഈ സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൂടുതൽ, അതായത് നമ്മൾ കൂടുതൽ ടൈം എടുക്കാൻ നമ്മൾ ഒന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്ത് ചെക്ക് ആണോ ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നൊക്കെ. ഇനി ഒരു ടോപ്പിക് പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ് കേട്ടോ. നമ്മൾ എത്ര കാറ്റഗറി, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇത്ര ടോപ്പിക് ഏതൊക്കെ പ്രോബബിലിറ്റി ബേസിൽ നമ്മൾ ഈ ടോപ്പിക് വരാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാണ് കേട്ടോ. അപ്പോ ഇതിൽ ബ്ലോക്ക് 4 നോൺ പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റ് 2 മാൻ വിത്ത് ന്യൂ ടെസ്റ്റ് ഫോർ 2 സാമ്പിൾ ടെസ്റ്റിലെ മാൻ വിത്ത് ന്യൂ ടെസ്റ്റ്, അത് പ്രോബബിലിറ്റി ഓഫ് ഒക്വറൻസ് 71.4% ആണ്. ഹൈ കാറ്റഗറിയാണ്. ബ്ലോക്ക് 4ലെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂണിറ്റ് 4 കൈ സ്ക്വയർ ആൻഡ് കെൻഡൽ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റ്, അതിലെ ടോപ്പിക്കാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. രണ്ടാം അതിൽ 71.4 ആണ് പെർസെന്റേജ് ആണ് പ്രോബബിലിറ്റി. ഹൈ കാറ്റഗറിയാണ്. ബ്ലോക്ക് 1ലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിലെ ടോപ്പിക്കാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 57.1% ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 4 നോൺ പാരാമെട്രിക് ടെക്സ്റ്റിലെ യൂണിറ്റ് 1 റാഷണാലിറ്റി ഫോർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിലെ ടോപ്പിക്കാണ് നോൺ പാരാമെട്രിക്. 57.1 ആണ് ഉള്ളത് പെർസെന്റേജ് പ്രോബബിലിറ്റി. മീഡിയം റെലവൻസ് ആണ് കേട്ടോ. അപ്പോ മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 4ലെ തന്നെ യൂണിറ്റ് 4 അതിൽ കൈ സ്ക്വയർ ആൻഡ് കെൻഡൽ റാങ്ക് കോറിലേഷന് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന ടോപ്പിക് 57.1% ഓഫ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 2 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 2 അതർ ടൈപ്പ് ഓഫ് കോറിലേഷൻ 5 കോഎഫിഷ്യന്റ്, അത് ബൈസീരിയൽ കോറിലേഷൻ 42.9 ആണ് പ്രഡിക്ഷൻ വരുന്നത്, പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം കാറ്റഗറിയാണ് കേട്ടോ. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 9 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 42.9 ആണ് പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 3 ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 9 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 42.9 ആണ് അപ്പിയറൻസ്. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 1ലെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് യൂണിറ്റ് 4 സെറ്റിംഗ് അപ്പ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 9 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പ്രോബബിലിറ്റി 42.9 മീഡിയം കാറ്റഗറി. ഓക്കെ, ഇനി ബ്ലോക്ക് 2ലെ കോറിലേഷൻ ആൻഡ് റിഗ്രഷനിലെ യൂണിറ്റ് 2 അതർ ടൈപ്പ് ഓഫ് കോറിലേഷൻ 5 കോഎഫിഷ്യന്റ്, അതിൽ കെൻഡൻസ്റ്റോ എന്ന് പറയുന്നത് ടോപ്പിക് 10 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 42.9 ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് 4 ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്, അതിലെ ടോപ്പിക്കാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടു വേ അനോവ 11 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 42.9 ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 1 അതിലെ യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. 12 ആണ് അപ്പിയറൻസ്. 42.9 ആൻഡ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ യൂണിറ്റ് 2 സിഗ്നിഫിക്കൻസ് ഓഫ് മീൻ ഡിഫറൻസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ, അതിലെ ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് എറർ. 13 ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 42.9% ആണ്. മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിറ്റ് 4 ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ് ഇൻ ദ റെക്ഷണൽ എഫക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് 28.6% പ്രോബബിലിറ്റി ഉണ്ട്. ലോ കാറ്റഗറിയാണ്. ഇനി ഓരോ ഇതിന്റെ ഫുഡ് നോട്ട്സിന് ജസ്റ്റിഫിക്കേഷൻ, അതായത് ഫസ്റ്റത്തെ ടോപ്പിക്ക് നമ്മുടെ ലാസ്റ്റത്തെ 7 പേപ്പറിൽ 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതാണ് കേട്ടോ കാണിച്ചത്. നമ്മൾ ഓരോ ബ്രാക്കറ്റിൽ, നമ്മൾ ഇതിൽ കണ്ടില്ലേ, ഓരോ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ 7, 5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാല്
ഈ ഒരു ടോപ്പിക്ക് 7 പേപ്പറിൽ 5 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റിന് 7 പേപ്പറിൽ 4 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റിന് എന്ന് പറയുന്നത് എന്താ? അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓരോന്നും 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് 4 തവണ കണ്ടിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? ഇതും 7 ക്വസ്റ്റ്യനിൽ 3 തവണ കണ്ടിട്ടുണ്ട്. അതായത് 6ഉം 7ഉം 9ഉം 10ഉം 11ഉം 12ഉം 13ഉം എല്ലാം 7 ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ഓഫ് 7ൽ 3 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അടുത്ത് ഇനി എന്ത് ചെയ്യണം? പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഹൈ പ്രയോറിറ്റി, അതായത് നമുക്ക് ഓട്ടോമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യാം. നമ്മുടെ ഈ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? മാൻ വിറ്റ്നി യു ടെസ്റ്റ്, അതേപോലെ തന്നെ പാരാമെട്രിക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വേഴ്സസ് നോൺ പാരാമെട്രിക്, ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതായത് നമ്മൾ 3 to 4 ഫുള്ളി വർക്ക് ന്യൂമെറിക്കൽസ് പഠിക്കുക. അതായത് നമ്മൾ അസെപ്ഷൻ ബേസിൽ സ്റ്റേറ്റ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഒരു പേജ് നമ്മൾ ഡിസിഷൻ ചാർട്ട് ഉണ്ടാക്കുക. അതേപോലെ തന്നെ എപ്പോഴൊക്കെ നമ്മൾ അനോവ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക കേട്ടോ. ടി ടെസ്റ്റ് യൂസ് ചെയ്യണം, അനോവ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയം പ്രയോറിറ്റി, അതായത് നമ്മൾ ടൈറ്റൻ റീകളർ പ്രൊസീജിയേഴ്സ്, നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ ഒരു ഓവർവ്യൂ, ബൈ സീരിയൽ കോറിലേഷൻസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, കെൻഡൽ സ്റ്റോ എന്നൊക്കെ പറയുന്നത് മീഡിയം പ്രയോറിറ്റി ആണ്. ഓക്കെ, നമ്മൾ ടീച്ച് ബാക്ക് ചെയ്യുക. അത് നമ്മൾ എന്താണ്, നമ്മൾ വേറെ ആളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക, ഇതിന് സ്റ്റെപ്സും കണ്ടീഷൻസും പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ 2 മിക്സ്ഡ് സ്റ്റെപ്സ് സോൾവ് ചെയ്യുക, കൺസെപ്റ്റും അതേപോലെ തന്നെ ചെറിയൊരു കാൽക്കുലേഷൻ ഓരോ ടോപ്പിക്. പിന്നെ കോമൺ ആയിട്ട് ഒരു പിറ്റ് വെച്ചിട്ട് അനോട്ട് ചെയ്യുക. പിന്നെ ലോ പ്രയോറിറ്റി, അതായത് നമ്മൾ വാമാക്കിക്ക് പെട്ടെന്ന് തന്നെ ജയിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? 2-way അനോവ ഇന്ററാക്ഷൻസ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻസ്, അതേപോലെ തന്നെ 5 കോഎഫിഷ്യന്റ്, ടെട്രാകോറിക്, ടൈപ്പ് 2 എറർ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ കണ്ടൻസ്ഡ് ആയിട്ടുള്ള നോട്ടും അതേപോലെ തന്നെ 2 മിനിമം ഐറ്റംസ് ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക. പിന്നെ അത് ഓരോ സെഷൻസിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടേ നോക്കുക. പിന്നെ പ്രാക്ടീസ് നമ്മൾ ഡയറക്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ഹൈ അല്ലെങ്കിൽ മീഡിയം ടോപ്പിക് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് നമുക്ക് ആ ടൈമിന്റെ ഉള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മൾ ഓരോ ക്വസ്റ്റിനും ഔട്ട്ലൈൻ ഇടേണ്ട 3 to 5 മിനിറ്റ്സ് കൊണ്ടും അതൊന്ന് 10 to 12 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ഒന്നും കൂടെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക 2 to 3 മിനിറ്റ്സ് വെച്ചിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. നമ്മൾ സാധാരണ ഇഗ്ലൂവിൽ കാണുന്ന പോലെ തന്നെ മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജി MAPC ടേം ആൻഡ് എക്സാമിനേഷൻ December 2025, MPC 006 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സൈക്കോളജി ഹവേഴ്സ് വരുന്നത് 2 ആണ്, മിനിമം മാർക്ക് 50 ആണ്. അപ്പൊ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാ സെക്ഷനും കമ്പൽസറി ആണ്. സിമ്പിൾ കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫോർമുലാസ്, സ്റ്റെപ്സ്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസ്, എല്ലാ ന്യൂമറിക്കൽ ആൻസേഴ്സിനും നമ്മൾ കാണിക്കുക. അതേപോലെ തന്നെ എവിടേക്ക് അപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ വേറെവർ അപ്ലിക്കബിൾ അല്ലെങ്കിൽ അസംഷൻസ് സ്റ്റേറ്റ് ചെയ്യുക, റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യുക, സൈക്കോളജിക്കൽ ടേംസ് വെച്ചിട്ട് റിസൾട്ടുകൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി സെക്ഷൻ A, ആൻസർ എനി 2 of the following in about 450 words each whenever applicable. അതായത് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 450 വേർഡ്സിന് നമ്മൾ ആൻസർ ചെയ്യാം. 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 20 മാർക്സ് ആണ് കേട്ടോ, 2 into 10. പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതില് എന്താണ്? ഡിഫൈൻ ബോത്ത് ഫാമിലി സ്റ്റേറ്റ് കോർ അസെപ്ഷൻസ്, എക്സാമ്പിൾ distributional form, scale, and explain a decision pathway for choosing between T or ANOVA and U are squaring typical psychology studies. Illustrate with one brief research example. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോർമൽ പ്രോബബിലിറ്റി കർവ്, 10 മാർക്ക് ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് നോർമൽ കർവ് വിത്ത് എ ലേബിൾഡ് സ്കെച്ച്. ഡിസ്ക്രൈബ് കീ ക്യാരക്ടറിസ്റ്റിക്സ്, സിമെട്രി, mu and rho, roles and area properties. Typical psychological uses. Norm referenced interpretation and briefly note causes of divergence, skew or kurtosis in a real data. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൺ വേ അനോവ, ഇതും 10 മാർക്ക് കേട്ടോ. ഫോർ 3 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ടെസ്റ്റ് വെദർ മീൻ പെർഫോമൻസ് ഡിഫറൻസ്. ഗ്രൂപ്പ് ഏതൊക്കെയാ? 6, 7, 4, 5, 3, 4, 6, 7, 8, 2. ഗ്രൂപ്പ് 2 4, 7, 3, 4, 7, 3, 2, 7, 4, 2. ഗ്രൂപ്പ് C 3, 6, 2, 6, 8, 6, 3, 9, 6, 3. Use A is equal to 0.05 critical, F is equal to F എന്ന് പറയുന്നത് 3 or 27 അപ്രോക്സ്, ഏകദേശം 3.35. at 0.01 5.49 show S
എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, അതേപോലെ തന്നെ മീൻ സ്ക്വയറും, പിന്നെ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് എഫ് റേഷ്യോ കാണാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. കമ്പ്യൂട്ട് റോ ഫോർ ദ പെയ്ഡ് സ്ക്വയർസ് ബിലോ ആൻഡ് ഇന്റർപ്രറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഇൻ എ സൈക്കോളജിക്കൽ ഡാറ്റ. ഡാറ്റ എന്റെ സ്കോർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ ബിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിൽ എന്താണ് അതിന്റെ സ്പിയർമാൻ കോറിലേഷൻ ആണ് കാണേണ്ടത്. സെക്ഷൻ എ ബി, ഇതിൽ 4 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻസർ എനി 4 ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 250 വേർഡ്സ് ഈച്ച്. നമുക്ക് 4 എണ്ണം ആൻസർ ചെയ്യാം. 250 വേർഡ്സിനാണ്, ഓരോന്നിനും 6 മാർക്ക് വീതം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാൻ വിറ്റ്നി യൂട്ടസ്. ടെസ്റ്റ് വെദർ 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഡിഫർ ഓൺ എ മീഡിയം ബേസ്ഡ് ഔട്ട്കം. ഗ്രൂപ്പ് എന്റെ വാല്യൂസ് ഉണ്ട്, ഗ്രൂപ്പ് ബിന്റെ വാല്യൂസ് ഉണ്ട്. കമ്പ്യൂട്ട് യു, സ്റ്റേറ്റ് ദ സ്മാളർ യു ആൻഡ് കൺക്ലൂഡ് അറ്റ് എ ഈസ് ഇക്വൽ ടു 0.05. അത് നമ്മൾ ക്രിട്ടിക്കൽ ടാബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ടാബിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. എക്സാമിൻ അസോസിയേഷൻ ബിറ്റ്വീൻ ഡിസിഷൻ, എഗ്രി ഓർ അൺഡിസൈഡഡ് ഓർ ഡിസഗ്രി ആൻഡ് റോൾ ജൂനിയർ ഓർ സീനിയർ. എന്നിട്ട് അതിന്റെ ടാബിൾ ഉണ്ട്, ജൂനിയറും സീനിയറും, അഗ്രി, ഡിസൈഡഡ്, അൺഡിസൈഡഡ്, ഡിസഗ്രി വെച്ചിട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതായത് എന്താ നൾ ഹൈപ്പോസിസ് ആണോ, അതേപോലെ തന്നെ പിന്നെ H1 ആണോ, എ ആണോ, ഡിസിഷൻ റൂള്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ പി വാല്യൂ, കൺക്ലൂഷൻ. എക്സ്പ്ലെയിൻ type 1 ഉം type 2 errors with a concise example relevant to an intervention study. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടു വേ അനോവ. എക്സ്പ്ലെയിൻ ഇന്ററാക്ഷണൽ എഫക്ട് ആൻഡ് പ്രൊവൈഡ് 2 മെറിറ്റ്സ് ആൻഡ് 2 ഡിമെറിറ്റ്സ് ഓഫ് ടു വേ അനോവ ഇൻ എ സൈക്കോളജിക്കൽ റിസർച്ച് ഡിസൈൻ. ഒരു കമ്പ്യൂട്ടേഷൻ ഇതിന് ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബൈസീരിയൽ ആൻഡ് 5 കോഎഫിഷ്യന്റ്. ഡിഫറൻഷിയേറ്റ് പോയിന്റ് ബൈസീരിയൽ കോറിലേഷൻ ആൻഡ് 5 കോഎഫിഷ്യന്റ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഒരു കണ്ടിന്യൂസ് പ്ലസ് ഡൈക്കോട്ടോമി or 2 dichotomies. Include formula, skeletons and interpretation guidance. Section C, write short note on any 2 of the following in about 100 words each, 2 into 3. ഓരോന്നിനും 3 മാർക്ക്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഡിഫൈൻ, റിലേറ്റ് ടു ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. 11ാമത്തെ ക്വസ്റ്റ്യൻ കെൻഡൽ സ്റ്റോ, യൂസ് കേസ്, ഇൻറ്റ്യൂഷൻ ആൻഡ് വെൻ പ്രിഫേർഡ് ഓവർ സ്പിയർമാൻ. 12ാമത്തെ സ്റ്റാൻഡേർഡ് എറർ, കൺസെപ്റ്റ് എസ്സി ഓഫ് ദ മീൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു പ്രിസിഷൻ ഓഫ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പൊ ഇതൊരു നമ്മുടെ മോക്ക് പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇത് എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു സീരീസിന്റെ ബേസിൽ നിങ്ങൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ടൈം ഒക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈം ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ ഫോർ യുവർ TE എക്സാമിനേഷൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.